സെഫാനിയ 3-ാം അധ്യായം. ജെറുസലേമിനെ ശിക്ഷ. ധിക്കാരിയും മലിനയും മർദ്ദകയുമായ നഗരത്തിന് ദുരിതം. അവൾ ആര് പറഞ്ഞാലും കേൾക്കുകയില്ല. അവൾ ശിക്ഷണത്തിന് വഴങ്ങുന്നില്ല. അവൾ കർത്താവിൽ ആശ്രയിക്കുന്നില്ല. തൻ്റെ ദൈവത്തിങ്കലേക്ക് അവൾ തിരിയുന്നില്ല. അവളുടെ പ്രഭുക്കന്മാർ അവളുടെ മധ്യേ ഗർജിക്കുന്ന സിംഹങ്ങളാണ്. അവളുടെ ന്യായാധിപന്മാർ സന്ധ്യയ്ക്ക് ഇരപിടിക്കാനിറങ്ങുന്ന ചെന്നായ്ക്കളാണ്. അവ പ്രഭാതത്തിലേക്ക് ഒന്നും ശേഷിപ്പിക്കുന്നില്ല. അവളുടെ പ്രവാചകന്മാർ ദുർമാർഗികളും അവിശ്വസ്തരുമാണ്. അവളുടെ പുരോഹിതന്മാർ വിശുദ്ധമായതിനെ അശുദ്ധമാക്കുന്നു. അവർ നിയമത്തെ കയ്യേറ്റം ചെയ്യുന്നു. അവളുടെ മധ്യേയുള്ള കർത്താവ് കുറ്റമറ്റ നീതിമാനാണ്. എല്ലാ പ്രഭാതത്തിലും മുടങ്ങാതെ അവിടുന്ന് തൻ്റെ ന്യായം വെളിപ്പെടുത്തുന്നു. എന്നാൽ നീതിരഹിതന് ലജ്ജയെന്തെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ജനതകളെ വിച്ഛേദിച്ചു കളഞ്ഞു. അവരുടെ കോട്ടകൾ ശൂന്യമായിരിക്കുന്നു. അവരുടെ വീഥികൾ ഞാൻ ശൂന്യമാക്കി. അതിലെ ആരും കടന്നു പോകുന്നില്ല. അവരുടെ പട്ടണങ്ങൾ വിജനമാക്കപ്പെട്ടിരിക്കുന്നു. ഒരുവൻ പോലും അവിടെ വസിക്കുന്നില്ല. തീർച്ചയായും അവൾ എന്നെ ഭയപ്പെടും. അവൾ ശിക്ഷണം സ്വീകരിക്കും. ഞാൻ അവളുടെ മേൽ വരുത്തിയ ശിക്ഷകൾ അവൾ കാണാതെ പോവുകയില്ല എന്നു ഞാൻ പറഞ്ഞു. എന്നാൽ കൂടുതൽ ദുഷ്പ്രവർത്തികൾ ചെയ്യാൻ അവർ ഉത്സുകരായതേയുള്ളൂ. കർത്താവ് അരുളിച്ചെയ്യുന്നു, അതുകൊണ്ട് സാക്ഷ്യം വഹിക്കാൻ ഞാൻ വരുന്ന ദിവസം വരെ എന്നെ കാത്തിരിക്കുക. എൻ്റെ രോഷവും കോപാഗ്നിയും വർഷിക്കാൻ ജനതകളെയും രാജ്യങ്ങളെയും ഒരുമിച്ച് കൂട്ടാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അസഹിഷ്ണുവായ എൻ്റെ ക്രോധാഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിക്കും. രക്ഷയുടെ വാഗ്ദാനം. കർത്താവിൻ്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കാനും ഏകമനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. എത്യോപ്യയിലെ നദികൾക്കപ്പുറത്തുനിന്ന് എൻ്റെ അപേക്ഷകർ, എൻ്റെ ജനത്തിൽ നിന്ന് ചിതറിപ്പോയവരുടെ പുത്രിമാർ എനിക്ക് കാഴ്ചകൾ കൊണ്ടുവരും. നീ എന്നെ ധിക്കരിച്ചു ചെയ്ത പ്രവർത്തികൾ നിമിത്തം നിന്നെ ഞാൻ അന്ന് ലജ്ജിതനാക്കുകയില്ല. എന്തെന്നാൽ നിന്റെ മധ്യേ നിന്ന് വൻപ് പറയുന്ന അഹങ്കാരികളെ ഞാൻ നീക്കിക്കളയും. നീ എൻ്റെ വിശുദ്ധഗിരിയിൽ വെച്ച് ഒരിക്കലും അഹങ്കരിക്കുകയില്ല. ഞാൻ നിന്റെ മധ്യത്തിൽ വിനയവും എളിമയും ഉള്ള ഒരു ജനത്തെ അവശേഷിപ്പിക്കും. അവർ കർത്താവിൻ്റെ നാമത്തിൽ അഭയം പ്രാപിക്കും. ഇസ്രായേലിൽ അവശേഷിക്കുന്നവർ തിന്മ ചെയ്യുകയില്ല, വ്യാജം പറയുകയില്ല. അവരുടെ വായിൽ വഞ്ചന നിറഞ്ഞ നാവ് ഉണ്ടായിരിക്കുകയില്ല. അവർ സുഖമായി മേയുകയും വിശ്രമിക്കുകയും ചെയ്യും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക. ഇസ്രായേലെ ആർപ്പ് വിളിക്കുക. ജെറുസലേം പുത്രി പൂർണ്ണഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്. നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. അന്ന് ജെറുസലേമിനോട് പറയും, സിയോനെ ഭയപ്പെടേണ്ട. നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഉത്സവദിനത്തിലെന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതമുതിർക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും. നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല. നിന്റെ മർദ്ദകരെയെല്ലാം അന്നു ഞാൻ ശിക്ഷിക്കും. മുടന്തരെ ഞാൻ രക്ഷിക്കും. പുറന്തള്ളപ്പെട്ടവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. അവരുടെ ലജ്ജയെ ഞാൻ സ്തുതിയും ഭൂമി മുഴുവൻ വ്യാപിച്ച കീർത്തിയും ആക്കും. അന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന അന്ന് ഞാൻ നിങ്ങളെ സ്വദേശത്തേക്ക് കൊണ്ടുവരും. നിങ്ങൾ കാണുകെ നിങ്ങളുടെ സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കുമ്പോൾ നിങ്ങളെ എല്ലാ ജനതകളുടെയും ഇടയിൽ ഞാൻ പ്രഖ്യാതരും പ്രകീർത്തിതരും ആക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം.